ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ പാർട്ട് 2 ടെക്സ്റ്റിലെ മാത്സ് ഫസ്റ്റ് ചാപ്റ്ററാണ് കേട്ടോ. ഏതാണെന്ന് നിങ്ങൾക്കറിയാലോ, ഏകദേശം പുതിയ ടെക്സ്റ്റൊക്കെ എല്ലാ മക്കൾക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് റേഷ്യോ കേട്ടോ. അതായത് ബാക്കിയായിട്ട് നമ്മൾ നോക്കുമ്പം 8ാമത്തെ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഈ റേഷ്യോ എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് പ്രാർത്ഥിക്കുക കേട്ടോ. അതിനുശേഷം വേണം ഈ ഒരു ക്ലാസ് കേൾക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. റേഷ്യോ. അപ്പോൾ 8ാമത്തെ ഈ ഒരു റേഷ്യോ അഥവാ അംശബന്ധം എന്ന പാഠത്തിൽ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന ചോദ്യങ്ങൾ 128ാമത്തെ പേജിലെ ഈ 2 ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് വ്യക്തമായിട്ട് കേൾക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ എഴുതാവൂ കേട്ടോ. അല്ലാതെ ആൻസർ മാത്രം കോപ്പി ചെയ്ത് വെക്കരുത്. നോക്കിക്കേ, ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് മെഷേഴ്സ് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്മോളർ ടു ദ ലാർജർ എന്ന് പറഞ്ഞാൽ ചെറുതും വലുതും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഒന്നാമത്തെ ചോദ്യം നോക്കിക്കോ, 4 മീറ്റർ 12 മീറ്റർ അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. 4 മീറ്റർ 12 മീറ്റർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 4, 12 തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എഴുതാം 4:12 എന്ന്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഈ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്രാക്ഷനിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇപ്പം 4/12 എന്ന് വന്നു. നോക്കിക്കേ, 4ഉം 12ഉം വരുന്ന പട്ടിക ഏതാണ്? ടേബിൾ ഏതാണ്? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണ്? നമുക്ക് പറയാം. നോക്കിക്കേ, 1 × 4 4 അല്ലേ, 3 × 4 12 അല്ലേ. അങ്ങനെയെങ്കിൽ 4ഉം 4 വെട്ടിപ്പോയാൽ ബാക്കി എത്ര വന്നു? 1/3 എന്ന് വന്നു. ഈ 1ഉം 3ഉം ഒരുപോലെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ? ഇല്ല. ഇനി ഇതിനെ അപ്പോൾ വെട്ടി ചെറുതാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ 4:12 നമ്മൾ എങ്ങനെ ചെറുതാക്കി എഴുതി? ഇവ തമ്മിലുള്ള അംശബന്ധമാണ് 1:3. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. അതായത് 4/12. നമുക്കറിയാം 2 × 2 ആണ് 4 എന്ന്, 6 × 2 ആണ് 12 എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 2ഉം 2 വെട്ടിപ്പോയാൽ 2/6 എന്ന് വരും. ഈ 2ഉം 6ഉം വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണ്? 1 × 2 2, 3 × 2 6. അപ്പോൾ 2ഉം 2 വെട്ടിപ്പോയാൽ 1/3. കണ്ടില്ലേ? അപ്പോൾ ഇതിൻ്റെ എന്താണ്? 1:3. നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കറക്റ്റായിട്ടുള്ള റേഷ്യോ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ നോക്കിക്കേ, 4ൻ്റെ പകുതി എത്രയാണ്? 2 അല്ലേ. 12ൻ്റെ പകുതി എത്രയാണ്? 6 ആണ്. 2ൻ്റെ പകുതി എത്രയാണ്? 1 ആണ്. 6ൻ്റെ പകുതിയോ? 3 അല്ലേ. മനസ്സിലായല്ലോ? ഇതേ മോഡലിലാണ് നമ്മൾ അടുത്ത ചോദ്യങ്ങളും ചെയ്യുന്നത്. നോക്കിക്കേ, 2ാമത്തെ ചോദ്യം ഒരു ലിറ്ററിൻ്റെ കണക്കാണ്. കണ്ടോണേ, 8 ലിറ്ററും 20 ലിറ്ററും. 8 ലിറ്റർ 20 ലിറ്റർ ഇവ തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാനിവിടെ എഴുതിയിരിക്കുന്ന സംഖ്യ നമുക്കിപ്പോൾ ചോദ്യം ഇങ്ങനെ തന്നെങ്കിലും ഞാൻ റേഷ്യോയിൽ എഴുതുമ്പം ആദ്യം ചെറിയ സംഖ്യയാണ് എഴുതിയത്. അതായത് 8 എഴുതിയത്. ഇവിടെ എന്താണ്? 4 എഴുതിയത്. എന്തുകൊണ്ടാണ് ഞാൻ ആദ്യം 12 അല്ലെങ്കിൽ ആദ്യം 20 എഴുതാഞ്ഞേ? ഇവിടെ ചോദ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സ്മോളർ ടു ദ ലാർജർ എന്നാണ്. അതായത് ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ ആദ്യം ഇവിടെ ക്വസ്റ്റ്യനിലെ സ്മോളർ എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ചെറിയ സംഖ്യ ആദ്യം എടുത്ത് എഴുതിയത്. നോക്കിക്കേ, 8 ലിറ്റർ 20 ലിറ്റർ. അപ്പോൾ 8:20 എന്ന് എഴുതാലോ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ രൂപത്തിൽ കണ്ടുപിടിച്ചിട്ട് അതിനെ അങ്ങ് ചെറുതാക്കി എഴുതാം. മനസ്സിലായില്ലേ? നമ്മൾ അതിനെ വെട്ടിക്കുറച്ച് ചെറുതാക്കി എഴുതിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യുക? റേഷ്യോയിൽ അങ്ങ് കണ്ടുപിടിച്ച് എഴുതുക. അപ്പോൾ നമുക്ക് ഈ 8:20 8/20 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇവിടെ നോക്കിക്കേ, 8 എന്നതും 20 എന്നതും ഒരുപോലെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണ്? 4 അല്ലേ. 4 × 2 8 അല്ലേ. 4 × 5 അല്ലേ 20.
അങ്ങനെയെങ്കിൽ ഒരുപോലെ വന്ന സംഖ്യ നമ്മൾ വെട്ടി, 4ഉം 4ഉം വെട്ടി അല്ലേ. ഇനി ബാക്കി എത്രയാണ് വരുന്നത്? 2/5. നോക്കിക്കേ, ഇവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം 2ഉം 5ഉം ഒരുപോലെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ കുട്ടികളെ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഈ 8:20 നമ്മൾ ഏറ്റവും ചെറിയ ഫോമിലാക്കി കഴിഞ്ഞു, 2/5. അപ്പോൾ ഈ 2/5 നമുക്ക് എങ്ങനെ എഴുതാം? 2:5. കണ്ടില്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ അല്ലാതെ 8ൻ്റെ പകുതി എത്ര? 4. 4ൻ്റെ പകുതി എത്ര? 2. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഏത് ഗുണന പട്ടികയിൽ അഥവാ ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ വരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാര്യം, നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിളെ തിരഞ്ഞെടുക്കാവൂ കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് വെട്ടിക്കുറച്ച് ചെറിയ സംഖ്യയിലേക്ക് ആക്കാനായിട്ട് പറ്റൂ. ഇനി നോക്കിക്കേ, ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ മൂന്നാമതായിട്ട് കൊടുത്തിരിക്കുന്നതാണ് 20 കിലോഗ്രാമും 25 കിലോഗ്രാമും. നമുക്കതൊന്ന് ചെയ്താലോ കുട്ടികളെ? നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനെ അറിയിച്ചാൽ മതി കേട്ടോ. നോക്കിക്കേ, മൂന്നാമത്തത് ഒന്നാമത്തെ ചോദ്യത്തിലെ മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. 20 കിലോഗ്രാംസ് 25 കിലോഗ്രാംസ്. ഇവിടെ നോക്കിക്കേ, ആദ്യം നമ്മൾ ഏത് സംഖ്യയാണ് എഴുതേണ്ടത്? ചെറിയ സംഖ്യയാണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നോക്കിക്കേ, സ്മോളർ ടു ദ ലാർജർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 20 കിലോഗ്രാം 25 കിലോഗ്രാമിന് നമ്മൾ എങ്ങനെ അംശബന്ധത്തിൽ എഴുതും? 20:25. ഇനി നമുക്കിതിനെ ഫ്രാക്ഷൻ ഫോമിലോട്ട് എഴുതാം അല്ലേ. എന്തിനാണ് നമ്മൾ ഫ്രാക്ഷൻ ഫോമിൽ എഴുതുന്നത്? ഈ സംഖ്യകളെ നമ്മൾ വെട്ടിക്കുറച്ച് ഏറ്റവും ചെറുതാക്കണം അല്ലേ. ഇവിടെ നോക്കിക്കേ, 20ഉം 25ഉം ഒരുപോലെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 5ൻ്റെ ടേബിൾ അല്ലേ. 4 × 5 20 എന്നും 5 × 5 25 എന്നല്ലേ വരുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപോലെ വന്ന സംഖ്യകൾ 5ഉം 5ഉം വെട്ടിയാൽ ബാക്കി എത്ര വരും? 4/5 എന്ന് വന്നില്ലേ. നോക്കിക്കേ, മുകളിൽ ചെറിയ സംഖ്യ, അതായത് ന്യൂമറേറ്ററിൽ ചെറിയ സംഖ്യ, ഡിനോമിനേറ്ററിൽ വലിയ സംഖ്യയാണ് കിടക്കുന്നത് അല്ലേ. 4ഉം 5ഉം ഒരുപോലെ വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിളും ഇല്ല. അപ്പോൾ ഏറ്റവും നമുക്ക് സിംപ്ലി വെട്ടിക്കുറച്ച് നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം? 20:25 നമുക്ക് എന്ത് എഴുതാം? 4/5 എന്ന് കിട്ടിയെങ്കിൽ നമുക്ക് 4:5 എന്ന് എഴുതിക്കൂടെ? അതായത് 4:5 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ പേജ് നമ്പർ 128 ഒന്നാമത്തെ ചോദ്യത്തിലെ ഈ 3 കണക്കുകൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം നോക്കിക്കേ. എ ക്യാൻ കണ്ടെയ്ൻസ് 4 liters ഓഫ് വാട്ടർ ആൻഡ് അനദർ ക്യാൻ 14 liters. നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഒരു ക്യാന് അഥവാ ഒരു പാത്രത്തിൽ 4 ലിറ്റർ വെള്ളമുണ്ട്. ആൻഡ് അനദർ ക്യാൻ കണ്ടെയ്ൻസ്, അതായത് മറ്റൊരു പാത്രത്തിൽ 14 ലിറ്റർ എന്തായിരിക്കും? വെള്ളം തന്നെയല്ലേ. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ സ്മോളർ ക്യാൻ ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ലാർജർ ക്യാൻ? അതായത് ചെറിയ ഒരു ക്യാനിലെ വെള്ളത്തിൻ്റെ അളവും വലിയ ഒരു ക്യാനിലെ വെള്ളത്തിൻ്റെ അളവും തമ്മിലുള്ള അംശബന്ധം അഥവാ റേഷ്യോ എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്ന ചെറിയ ക്യാനിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെറിയ സംഖ്യ വേണം എഴുതാനായിട്ട്, ചെറിയ ക്യാന്. ഓക്കെ, ഇവിടെ 4 liters ഓഫ് വാട്ടർ ആണ്. അതിനുശേഷം അടുത്ത ക്യാനിൽ എത്രയാണ്? 14 ലിറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 4:14 എന്ന് പറഞ്ഞൂടെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ നമ്മൾ ഇവിടെ ചെയ്ത കണക്കുകൾ പോലെ ഇതിനെ വെട്ടിക്കുറച്ച് എന്ത് ചെയ്യുക? ചെറിയ റേഷ്യോയിലേക്ക് മാറ്റുക. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ചോദ്യത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് നോക്കിയാലോ. ഇവിടെ സ്മോളർ ക്യാന്, അതായത് ചെറിയ പാത്രത്തിൽ എത്ര ഉണ്ട്? 4 ലിറ്റർ എന്നുണ്ട്. 4 ലിറ്റർ ഓഫ് വാട്ടർ ആണല്ലേ. ലാർജർ ക്യാനിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 14 ലിറ്റർ ആണ്. 14 ലിറ്റർ. അങ്ങനെയെങ്കിൽ നമുക്ക് റേഷ്യോ, ഇവ തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. റേഷ്യോ ഈസ് ഈക്വൽ ടു 4 ലിറ്റർ/14 ലിറ്റർ അല്ലേ. അതായത് 4:14. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ എഴുതിക്കൂടെ? 4/14 എന്ന് എഴുതിക്കൂടെ? നോക്കിക്കേ, ഇങ്ങനെ നോക്കിയാലും മതി. 4ൻ്റെ പകുതി 2, 14ൻ്റെ പകുതി 7. അല്ലെങ്കിൽ ഇത് ഒരുപോലെ വരുന്ന സംഖ്യ ഉണ്ടല്ലോ, 2 × 2 അല്ലേ 4,
7 ഗുണം 2 അല്ലേ 14. അങ്ങനെയെങ്കിൽ നോക്കിക്കേ മക്കളെ, ഈ രണ്ടും വെട്ടിപ്പോയാൽ നമുക്ക് 2/7 എന്ന് കിട്ടിക്കൂടെ? അതായത് ഈ 2ഉം 7ഉം എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സാണ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് നമ്മളിപ്പോൾ 2 നോക്കിക്കഴിഞ്ഞാൽ 2 വരുന്ന പട്ടിക ആകെ 1ൻ്റെ ടേബിളും 2ൻ്റെ ടേബിളേ ഉള്ളൂ. 1ൻ്റെ ടേബിളിൽ 1 ഗുണം 2 2, 2ൻ്റെ ടേബിളിൽ 2 ഗുണം 1 2. അപ്പോൾ ഇതിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആകെ 2 നമ്പേഴ്സേ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 7 ആണെങ്കിലോ 7 വരുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 1ൻ്റെ ടേബിളിൽ വരും. 1 ഗുണം 7 7, 7ൻ്റെ ടേബിളിൽ 7 ഗുണം 1 7 അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ 2 ഫാക്ടേഴ്സ് മാത്രം വരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിന് ഇനി വെട്ടി ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 2:7. അതായത് നമ്മൾ ചെറിയ ക്യാനിൻ്റെ അളവ് ആദ്യം എഴുതിയത് കൊണ്ടാണ് നമുക്ക് ആദ്യം കിട്ടിയ ആ ഒരു ചെറിയ സ്മോളർ ക്യാനിൻ്റെ റേഷ്യോ 2 എന്നും ലാർജർ ക്യാനിൻ്റെ നമുക്ക് 7 എന്നും കിട്ടി. അതായത് 4:14 നമ്മൾ എങ്ങനെ ചെറുതാക്കി എഴുതി? 2:7. രണ്ടാമത്തെ ചോദ്യത്തിലെ രണ്ടാമത്തെ പാർട്ടാണ്. ഇഫ് 1 more liter of water is poured into each can, ഓരോ പാത്രത്തിലും 1 ലിറ്റർ വാട്ടർ കൂടി അധികം ഒഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ദിസ് റേഷ്യോ ബിക്കം? ദിസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്മോളർ ക്യാൻ ടു ദ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ലാർജർ ക്യാൻ. അതായത് ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ, മനസ്സിലായില്ലേ? അപ്പോൾ ചെറിയ സംഖ്യയുടെ റേഷ്യോ വേണം ഫസ്റ്റ് എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, സ്മോളർ ക്യാനിൽ ഓൾറെഡി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ കണ്ടിട്ടുണ്ട്. സ്മോളർ ക്യാനിൽ 4 ലിറ്റർ ഓഫ് വാട്ടർ ആയിരുന്നു അല്ലേ? അപ്പോൾ സ്മോളർ ക്യാൻ ഈസ് ഈക്വൽ ടു 4 ലിറ്ററേ പ്ലസ് 1 ലിറ്റർ വെള്ളവും കൂടെ ഒഴിച്ചു. അങ്ങനെയെങ്കിൽ എത്ര ലിറ്റർ ആവും? 4ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 5 ലിറ്റർ. അങ്ങനെയെങ്കിൽ ലാർജർ ക്യാനോ? ലാർജർ ക്യാനിൻ്റെ അകത്ത് എത്രയാണ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞത്? 14 ലിറ്റർ വെള്ളം അല്ലേ? അപ്പോൾ 14 ലിറ്ററിൻ്റെ കൂടെ 1 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചാൽ, അപ്പോൾ 14ൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പം 15 ലിറ്റർ എന്ന് കിട്ടും അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് റേഷ്യോ എങ്ങനെ എഴുതാം? റേഷ്യോ ഈസ് ഈക്വൽ ടു 5 ലിറ്ററേ ഈസ് ടു 15 എന്ന് എഴുതിക്കൂടെ? ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ എഴുതാം. 5/15 എന്ന് എഴുതാം അല്ലേ? 5 വരുന്നത് ഏതിൻ്റെ ടേബിളാണ്? 5ൻ്റെ ടേബിളല്ലേ? 5ഉം 15ഉം ഒരുപോലെ 5ൻ്റെ ടേബിളിൽ കിട്ടും. അപ്പം 5നെ നമുക്ക് 1 × 5 എന്നും 15നെ നമുക്ക് 3 × 5 എന്നും എഴുതാം. അങ്ങനെയെങ്കിൽ ഒരുപോലെ വന്ന മുകളിലും താഴെയിലും കിടക്കുന്ന സംഖ്യ വെട്ടാം. അപ്പോൾ 5ഉം 5ഉം വെട്ടിപ്പോയാൽ ബാക്കി എത്ര കിട്ടും മക്കളെ? 1/3 എന്ന് കിട്ടും. ഈ 1/3യെ നമുക്ക് എങ്ങനെ റേഷ്യോയിൽ എഴുതാം? 1:3 എന്ന് എഴുതാം. ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നോട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. ആദ്യം കണക്ക് നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം വേണം നോട്ട് എഴുതാനായിട്ട്. നോട്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് സ്പീഡപ്പ് ആണെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കുറച്ചും കൂടെ ഒന്ന് സ്ലോ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് അടുത്ത പാർട്ടൊക്കെ ആയിട്ട് ഓടി വരാം. ബൈ മക്കളെ.